الصلاة على النبي والسلام على رسول الشافي. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുറ്റത്തോടെ നടന്ന് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി നമ്മൾ പണിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും. ഇന്നെനിക്ക് കൂടുതൽ റിസ്ക് പിടിച്ച് കൂടുതൽ ഹറിബറി ആയിട്ട് ചെയ്യേണ്ട പണികളൊന്നുമില്ല. കാരണം ഇന്ന് മൂത്ത ആൾ സ്കൂളിൽ പോകുന്നില്ല. ആൾക്ക് ഇന്നലെ നൈറ്റൊക്കെ ചെറിയൊരു പനിയും ഒരു ജലദോഷമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആളെ ഇന്ന് സ്കൂളിൽ വിടുന്നില്ല എന്നോർത്താണ്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കയറി. ഹാളിലത്തെ ലൈറ്റൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം മക്കൾ ഉറങ്ങുവാണ്. മൗലൂദ് മാത്രം വച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ അതൊരു ഇതായിട്ട് അവൾ കിടന്നുറങ്ങിക്കോളൂല. നമുക്കൊരു സുഖമില്ല മൗലൂദും അതേപോലെ താരാട്ടുപാട്ടൊക്കെ കേട്ട് ഉറങ്ങും പോലെ തന്നെയാണ് മൗലൂദ് കേട്ട് ഉറങ്ങണത്. ഞാൻ രാവിലെ മിക്കപ്പോഴും ഖുർആനോ അതേപോലെ തന്നെ മൗലൂദോ എന്തെങ്കിലും ഞാൻ ടി വിയിൽ വയ്ക്കാറുണ്ട്. നമുക്കും ഒരു പണിയുമ്പോൾ നല്ലൊരു ഫ്രഷായിട്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും ഇരിക്കും. അതായത് രാവിലെ തന്നെ ഇന്നലെ നൈറ്റ് കഴുകി വെച്ച പാത്രങ്ങളാണ്. അതൊക്കെ എടുത്ത് മാറ്റിയാലാണ് നമുക്ക് ഇന്നത്തെ പാത്രങ്ങളൊക്കെ അതിലേക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ രാവിലെ തന്നെ ആ ഒരു ബേസിനൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ വെള്ളം ഇരുന്നുള്ള പായൽ വരാണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു വെള്ളം ഇരുന്ന് ഒരു നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇന്നലെ ഞാൻ മോളെ സ്കൂളിൽ വിടാൻ വേണ്ടി രാത്രി തന്നെ എല്ലാം അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ എളുപ്പമാവാൻ വേണ്ടി. നൈറ്റ് പനി ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ വിടലാന്ന് ഓർത്തത്. അതുകൊണ്ട് ഇന്നത്തെ കാര്യം എനിക്ക് എളുപ്പമായിരുന്നു. രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുത്തങ്ങ് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഞങ്ങൾക്ക് തേങ്ങയിട്ട് തോരനേക്കാളും കൂടുതൽ എനിക്കും മോൾക്കും ഇഷ്ടം ഇങ്ങനെ മെഴുക്കുവരട്ടിയായിട്ട് വെക്കണതാണ്. അപ്പോൾ എല്ലാം ചോറിനും കറിക്കുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അതേപോലെ തന്നെ എനിക്കിന്ന് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലും പോകണം. നാളെ അവൾക്ക് എക്സാം തുടങ്ങും. അപ്പോൾ പനി മാറി ഒന്ന് ഉച്ച കഴിഞ്ഞൊന്ന് ഉഷാറായി ഇരുത്തി പഠിപ്പിച്ചിട്ട് വേണം നാളെ എക്സാമിന് എനിക്ക് വിടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയും എനിക്കുണ്ട്. എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇവിടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. ഞാൻ ഇന്നലെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച ചോറായിരുന്നു. അതൊന്ന് തിളപ്പിച്ച് വറുക്കാൻ വേണ്ടി എടുത്തൊന്നോടെ വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ എടുത്തു വെച്ചാൽ നമുക്ക് നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വീണ്ടും റൈസ് കുക്കറിലെടുത്ത് അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് ചൂടായിട്ട് തന്നെ ഇരിക്കും. വൈകിട്ട് നമ്മളങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഒരു പഴകിയ ചോറിൻ്റെ മട്ടൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ഫ്രഷ് ചോറായിരിക്കും വൈകിട്ട് വരെ. അതുപോലെ തന്നെ ഇഡ്ഡലിയാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കണത്. ഇഡ്ഡലിക്കുള്ള തക്കാളി ചമ്മന്തിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ തക്കാളി വരട്ടുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ ഇളയ ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. അവളെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇഡ്ഡലി മാവ് ഒഴിച്ച് ഇഡ്ഡലി ബാറ്റർ ഒഴിച്ച് ഇഡ്ഡലി വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയുടെ ഒരു സീൻ എന്ന് പറയുന്നത് ഏകദേശം അടിപൊളി ആവുമായിരിക്കുമല്ലോ. കാരണം എടുക്കണം നമ്മൾ അപ്പം കഴുകി വെച്ചാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ എനിക്കത് അത്രയും നടപടിയാവണ കേസല്ല. ഞാൻ മാക്സിമം നോക്കാറുണ്ട്. പിന്നെ ഈ ഇളയതുള്ളത് കൊണ്ട് നമുക്കങ്ങനെ അപ്പം കഴുകി വയ്ക്കാൻ പറ്റില്ല. പിന്നെ പറ്റും പോലെ മാക്സിമം തന്നെ ഞാൻ കഴുകി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് പണികൾ ചെയ്യണമുണ്ട് നമുക്ക് നമ്മുടേതായ ഒരുപാട് ടൈം കിട്ടും. കാരണം നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. പിന്നെ നിസ്കാരമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി വരും. നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി വരും. ഒരു എക്സസൈസാണ്, അതേപോലെ ഒരു മെഡിറ്റേഷനാണ്, എല്ലാം കൂടിയതാണല്ലോ നമസ്കാരം. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജിയാണ് പിന്നെ പണികൾ ചെയ്യാനായിട്ട്. അപ്പോൾ പാത്രം കഴുകും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇപ്പം തന്നെ സമയം ഒരുപാടൊന്നും ആയിട്ടില്ല. ഞാനൊരു ഹാഫ് ആൻ അവറാണ് ഞാൻ കിച്ചണിൽ നിന്നിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് മോൾ എണീറ്റതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം അവക്കടെ പുറകെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം തട്ടൊക്കെ തുടച്ച് പിന്നെ മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ അങ്ങനെ എൻ്റെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള കറി കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മെഴുക്കുവരട്ടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ കിച്ചൺ സെറ്റായി. പിന്നെ നെക്സ്റ്റ് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുവാണ്. മെയിനായിട്ടുള്ള ക്ലീനിങ് മുറ്റം അടിക്കലാണ്. കാരണം ഇവിടെ വേഗം വെയിൽ വരും മുറ്റത്ത്. അപ്പം നമ്മൾ ഒത്തിരി താമസിക്കാണ്ട് മുറ്റം അടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും മുറ്റം അടിച്ച് അകത്ത് കയറിയപ്പോൾ ഇളയ ആൾ ഇതേ ടി വിയുടെ ഫ്രണ്ടിലാണ്. ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലും മെയിനായിട്ട് ഈ കുക്കുറുക്ക് എന്ന് പറയുന്ന പാട്ടിൻ്റെ അഡിക്റ്റാണ് പുള്ളിക്കാരത്തി. എവിടെ കണ്ടാലും ഒന്ന് ജസ്റ്റ് ആടുകയോ ഡാൻസ് കളിക്കുകയോ എന്തെങ്കിലും ചെയ്യും. ആ സമയത്ത് ഞാൻ പെരയ്ക്കകം അടിക്കാൻ പോയി. പെരയ്ക്കകം അടിച്ചു വാരി ക്ലീൻ ചെയ്യലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു
പാടെന്ന് പറയണത്. കാരണം ചെറിയ മക്കളുള്ളവർക്ക് അറിയാം നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ട് അടിച്ച് വാരി കഴിഞ്ഞാലും അത് അവരൊന്ന് അവിടെ പോയി ഇവിടെ വരുമ്പോഴത്തേക്കും അതവർ സെറ്റപ്പാക്കി വെക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഞാനിവിടെ എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു 4 തവണയെങ്കിലും ഒരു ദിവസം പെരയ്ക്കാക്ക അടിക്കാറുണ്ട്. കാരണം അവരങ്ങോട്ട് മാറുമ്പോഴും ഇങ്ങോട്ട് മാറുമ്പോഴും ഒക്കെ പെരയ്ക്കകത്ത് എന്തെങ്കിലും ചാടിച്ചിടും. നമുക്ക് വേണമെങ്കിൽ മക്കളുള്ള വീടല്ലേ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാം. പക്ഷേ നമ്മുടെ മക്കൾ തന്നെയാണ് അത് കൈ കിട്ടണതൊക്കെ എടുത്ത് വായിലേക്ക് ഇടും. അത് നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിലും ഭേദം നമ്മൾ രാവിലെ തന്നെ അവരെണീക്കണതിന് മുമ്പ് മാക്സിമം ക്ലീനിങ് നോക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർക്കും ഇതിൻ്റെ ഇടയ്ക്ക് കരഞ്ഞുകൊണ്ട് നടക്കാനും ഇങ്ങനെ ഒരു ഇതായിട്ട് നടക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. ഇവിടെ ചില ദിവസങ്ങളിൽ മക്കൾ കിടന്നൊരു 8 മണി 9 മണി വരെയൊക്കെ കിടന്നുറങ്ങാറുണ്ട്. പക്ഷേ ഇന്ന് 2 പേർക്കും സുഖമില്ലാത്തതുകൊണ്ട് 2 നേരത്തെ എണീറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പണി എനിക്ക് അവരെണീറ്റ് കഴിഞ്ഞിട്ടുള്ള പണി കുറച്ച് പാടായിരുന്നു നീങ്ങാനായിട്ട്. മക്കളുള്ള അമ്മമാർക്കറിയാലോ മക്കൾ എത്രമാത്രം നമ്മൾ പണിയാൻ സഹായിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണത് നമ്മൾ അപ്പം ചെയ്ത് തീർത്തിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. അവരുടെ കൂടെ മാക്സിമം നമ്മൾ ഇരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ കൊതുക് പോലെ കിടക്കണോണ്ട് ഞാൻ ബെഡ് എത്രയൊക്കെ ക്ലീൻ ചെയ്യാതാലും അത് ക്ലീനായി കിട്ടാൻ പാടാണ്. കണ്ടില്ലേ, അടുത്തത് മൂവിയിലെ പാട്ടിട്ട് ഡാൻസ് കളിയാണ് ആൾ. ആ പാട്ടിൻ്റെ മെയിൻ അഡിക്റ്റാണ് ആൾ. മൂത്ത ആൾ എണീറ്റ് കാപ്പി കുടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിനി തുടയ്ക്കലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം മക്കളുള്ളതുകൊണ്ട് എത്രയൊക്കെ തുടച്ചാലും എന്തെങ്കിലും പാടും കരടൊക്കെ വരും. ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് ഡീപ്പ് ക്ലീനിങ് നടത്താറുള്ളൂ. പക്ഷേ ഞാൻ എന്നും തന്നെ മക്കൾ നടക്കണോണ്ട് എല്ലാ സ്ഥലവും ജസ്റ്റ് ഒന്ന് തുടച്ചിടാൻ നോക്കും. കട്ടലിൻ്റെ അടി, അതുപോലെ സെറ്റിയുടെ അടി, ടേബിളിൻ്റെ അടി, അതൊക്കെ ഞാൻ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെയാണ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുള്ളൂ. നമ്മളിങ്ങനെ തുടയ്ക്കണോണ്ട് തന്നെ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ജസ്റ്റ് എല്ലാം എളുപ്പമായിരിക്കും. അപ്പോൾ അതെ, ഇങ്ങനെ തുടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കിട്ടണതൊക്കെ വാരി അല്ലെങ്കിൽ മക്കൾ വായിക്കോടെ ഇടും. അതിലും നല്ലത് നമ്മളൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് തുടച്ചിടുന്നത് തന്നെയായിരിക്കും. കണ്ടില്ലേ, രാവിലെ നമ്മൾ ഇച്ചിരി നേരത്തെ എണീക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 8 മണി 9 മണിക്കുള്ളിൽ നമുക്ക് എത്ര മക്കളുണ്ടെങ്കിലും മക്കൾ സ്കൂളിൽ വിടണമെങ്കിലും നമ്മുടെ പണി നമ്മൾ കറക്റ്റ് ചെയ്ത് തീർക്കും. ഇച്ചിരി പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബിൽ നമ്മളും നീറ്റായിരിക്കും, നമ്മുടെ മക്കളും നീറ്റായിരിക്കും, വീടും വൃത്തിയായിരിക്കും. അതങ്ങനെ നമ്മൾ അങ്ങനെ ജീവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ എൻ്റെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി. ഇനി എനിക്ക് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും.